श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। നമസ്തേ, എല്ലാവർക്കും ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതം എന്ന രാമായണ പുണ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാമായണത്തിൽ അനേകം പ്രഗത്ഭരായ ഋഷികളെ കുറിച്ച് പറയുന്നു. ഋഷികളെ നമ്മുടെ ആർഷ പൈതൃകത്തിൽ ഋഷികളെക്കുറിച്ച് ഇത്രയും വിശദമായി പ്രതിപാദിക്കുന്ന മറ്റൊരു ഗ്രന്ഥമില്ല. എത്രയോ പ്രഗത്ഭമതികൾ, അവരുടെ തപസ്, അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ, അവർ ലോകത്തിന് ചെയ്ത സംഭാവനകൾ, ഇതൊക്കെ രാമായണമാണ് പഠിപ്പിക്കുന്നത്. ഒരുപക്ഷേ ഒരു ഋഷി എഴുതിയത് കൊണ്ടുകൂടി ആയിരിക്കാം ആ ഋഷികളോട് ഇത്രയും ആദരവ് വാൽമീകി കാണിച്ചത്. ഇന്ന് നമ്മൾ വിശ്വാമിത്ര ഋഷിയെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. വിശ്വാമിത്രനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. കൂടുതലും മേനകയുടെ പാട്ടിൽ വീണവൻ, ഹരിശ്ചന്ദ്രനെക്കുറിച്ച് കള്ളം പറഞ്ഞവൻ, ത്രിശങ്കുവിന് വേണ്ടി സ്വർഗം സൃഷ്ടിച്ചവൻ, അങ്ങനെ അനേകം കഥകൾ. ഇത്രയും വൈജാത്യമായ ഋഷി കഥ ഉള്ള ഒരു കഥാനായകൻ വേറെയില്ല വിശ്വാമിത്രനെ പോലെ. ആ വിശ്വാമിത്രൻ ഒരു ഋഷി ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. വിശ്വാമിത്രൻ ഒരു രാജാവായിരുന്നു, പ്രഗത്ഭനായ ഒരു രാജാവ്. ലോകത്തിന് ഹിതമായി ഭരിച്ച ഒരു പ്രജാഹിതമറിഞ്ഞ രാജാവ്. അദ്ദേഹം ഒരിക്കൽ വസിഷ്ഠ ഋഷിയുടെ ആശ്രമം സന്ദർശിക്കാനിടയായി. അവിടെ വസിഷ്ഠ ഋഷി ഒരു ആശ്രമത്തിൽ സാധാരണ പോയാൽ കായ്കനികളും അങ്ങനെയുള്ള ലളിതമായ ഭോജ്യങ്ങളായിരിക്കും. പക്ഷെ ഇവിടെ അതിവിശിഷ്ടമായ, കൊട്ടാരത്തിൽ പോലും ലഭിക്കാത്ത ഒരു വിഭവങ്ങൾ അവിടെ തനിക്കും മന്ത്രിമാർക്കും സേനാനായകർക്കും സേനകൾക്കും ലഭിച്ചു. ഇത്രയും ആയിരക്കണക്കിന് ആളുകൾക്ക് എവിടെ നിന്നുണ്ടായും ചോദിച്ചപ്പോഴാണ് അത് തൻ്റെ ആശ്രമത്തിലുള്ള കാമധേനു എന്ന പശുവാണ് കാരണം. ആ ഗോവിനോട് എന്താവശ്യപ്പെട്ടാലും അത് നമുക്ക് തരും. സൈന്യം വേണമെങ്കിൽ സൈന്യം തരും, വിഭവം വേണമെങ്കിൽ വിഭവം തരും. പക്ഷേ അത് വിശ്വാമിത്രൻ ആകെ അത്ഭുതം ഉണ്ടാക്കി. അദ്ദേഹം വസിഷ്ഠനോട് പറഞ്ഞു, അങ്ങൊരു താപസിയാണ്, ആശ്രമത്തിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരാളാണ്, ഞാനൊരു രാജാവാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പൂർണമായ ഭരണം ഈ കൈകൾ കൊണ്ട് നിർവഹിക്കേണ്ടതാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കാൻ എനിക്കാണ് കൂടുതൽ ആവശ്യം. അങ്ങ് ഈ നന്ദിനി പശുവിനെ എനിക്ക് തന്നാൽ അത് എൻ്റെ രാജ്യത്തിലും ജനങ്ങൾക്കും നല്ലതായിരിക്കും. പക്ഷെ വസിഷ്ഠൻ അത് സ്വീകരിച്ചില്ല. കാരണം എൻ്റെ പൂജ, തപസ്, തർപ്പണം, മന്ത്രം എല്ലാം ഞാൻ ഇവളെ കൊണ്ടാണ്. ഇവൾ എൻ്റെ ജീവിതത്തിൻ്റെ ഈ ആശ്രമത്തിനൊരു ഭാഗമാണ്, അതുകൊണ്ട് ഇവളെ ഞാൻ തരില്ല. അങ്ങനെ വിശ്വാമിത്രൻ മടങ്ങിപ്പോകുന്നു. കൂടുതൽ സേനയായിട്ട് വന്നിട്ട് വസിഷ്ഠാശ്രമത്തെ ആക്രമിച്ച് കാമധേനുവിനെ തട്ടിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ ഋഷി സങ്കല്പ ശക്തി കൊണ്ട് കാമധേനുവിൽ നിന്ന് സേനയുണ്ടാക്കി വിശ്വാമിത്രനെ പരാജയപ്പെടുത്തിയിട്ട് കാമധേനുവിനെ വീണ്ടെടുത്തു. വിശ്വാമിത്രന് മനസ്സിലായി, എൻ്റെ ക്ഷാത്രവീര്യം കൊണ്ട്, ആയുധബലം കൊണ്ട് ഋഷിയെ ജയിക്കാൻ കഴിയില്ല. എനിക്കും ആധ്യാത്മികമായ തേജസ് അല്ലെങ്കിൽ ആധ്യാത്മികമായ ശക്തി ഉണ്ടാവാൻ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പരമശിവനെയാണ് തപസ് ചെയ്തത്. എന്താണ് വരം വേണ്ടത് ചോദിച്ചപ്പോൾ, എനിക്ക് വേദോപനിഷത്തുകളുടെയൊക്കെ രഹസ്യം അറിയണം, സകല ജ്ഞാനിയും പണ്ഡിതനുമാകണം. ആ വരം കിട്ടി കൂടുതൽ കരുത്തായി വീണ്ടും വസിഷ്ഠാശ്രമം ആക്രമിച്ചു. പക്ഷേ രാജാവിൻ്റെ പള്ളിവില്ലിനേക്കാൾ ഒരു സന്യാസിയുടെ യോഗദണ്ഡ് കൊണ്ട് അതും പരാജയപ്പെട്ടു. വീണ്ടും വിശ്വാമിത്രൻ ഘോരമായ കഠിന തപം ചെയ്ത് ബ്രഹ്മർഷിയായി. ചുരുക്കി പറയുകയാണ്, ബ്രഹ്മർഷി പദം കിട്ടി. ആ ബ്രഹ്മർഷി പദത്തിലാണ് ഒരിക്കലാണ് ത്രിശങ്കു എന്നൊരാൾ സമീപിച്ച് സ്വർഗലോകത്തേക്ക് പോകാൻ തപശക്തി കൊണ്ട് വസിഷ്ഠനെ കൊണ്ട് പറഞ്ഞു. സ്വർഗത്തിലെത്തിയ ത്രിശങ്കുവിനെ ഇന്ദ്രൻ താഴോട്ട് തള്ളിയിട്ടു. ഒടുവിൽ വിശ്വാമിത്രൻ അഭയം പ്രാപിച്ചു. വിശ്വാമിത്രൻ മുകളിലേക്ക് കൊണ്ടുപോയി ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക്, അവിടുന്ന് ഇന്ദ്രൻ താഴോട്ടും. അങ്ങനെ മത്സരായി. ഒടുവിൽ വിശ്വാമിത്രൻ ത്രിശങ്കുവിന് വേണ്ടി ഒരു സ്വർഗം നിർമ്മിച്ചു കൊടുത്ത
തപോവീരനാണ് എന്ന് പറയാം. വിശ്വാമിത്രൻ്റെ കഥകൾ, ജീവിതമൊക്കെ വളരെ സംഭവ ബഹുലമാണ്. പുതിയ രാമായണത്തിൽ വരുമ്പോൾ ബാലകാണ്ഡത്തിലാണ് വിശ്വാമിത്രൻ രംഗപ്രവേശനം ചെയ്യുന്നത്. അവിടെയും ഒരു അത്ഭുതമുണ്ട്. ബാലകാണ്ഡത്തിൽ മാത്രമേ വിശ്വാമിത്ര ഋഷിയുള്ളൂ. ഒരു പക്ഷേ ബാലകാണ്ഡം അതിലെ കഥാനായകൻ വിശ്വാമിത്രനാണെന്ന് പറയാം. അയോധ്യയിലെ കൊട്ടാരത്തിൽ വന്ന് തനിക്ക് യാഗരക്ഷ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോകുന്നു. യാഗരക്ഷക്കല്ല വിശ്വാമിത്രൻ്റെ ലക്ഷ്യം. യാഗരക്ഷ ചെയ്യാൻ ഇത്രയും തപസ്സിദ്ധിയുള്ള ഋഷിക്ക് താടക, മാരീച, സുബാഹുകളെ ശപിക്കാനോ ഇല്ലാതാക്കാനോ ആ തപശക്തി മാത്രം മതി. പക്ഷേ ഈ രാമനെ, അതാണ് ഒരു ഗുരുവിൻ്റെ, ആചാര്യൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ രാമനെ കൊണ്ടുപോയി രാമന് ചില കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം. ഒന്ന്, രാമന് ബല അതിബല എന്ന മന്ത്രം പഠിപ്പിച്ചു കൊടുക്കുന്നത് പോകുന്ന വഴിയിലാണ്. മുന്നിൽ ആ വനയാത്രയെക്കുറിച്ച് രാമായണം പറയുന്നുണ്ട്. മുന്നിൽ നടക്കുന്നത് വിശ്വാമിത്രൻ, മധ്യത്തിൽ രാമൻ, ഏറ്റവും പിന്നിൽ ലക്ഷ്മണൻ. അന്ന് പകൽ മുഴുവൻ അവർ സംസാരിക്കുന്നില്ല ആരും. എല്ലാവരും പ്രകൃതിയെ കണ്ടറിയുകയാണ്. ഒടുവിൽ സരയുവിൻ്റെ തീരത്തെത്തിയപ്പോൾ രാമാ, ആ ഹൃദയത്തോടുള്ള വിളിയിൽ ഒരു മുത്തശ്ശൻ എന്ന പോലെ, പേരക്കുട്ടികളെ വിളിക്കുന്ന പോലെ അവിടെ ഇരുന്ന്, അവിടെ വെച്ചാണ് പ്രസിദ്ധമായ ബല അതിബല മന്ത്രം ചൊല്ലിക്കൊടുക്കുന്നത്. അത് ഉപനിഷത്ത് മന്ത്രമാണ്, ഋഗ്വേദത്തിലുള്ള മന്ത്രമാണ്. ഈ മന്ത്രം പഠിച്ചാൽ തേജസ്വിയാകും, ബുദ്ധിമാനാകും, രാക്ഷസന്മാരിൽ നിന്ന് രക്ഷയുണ്ടാകും, എല്ലാവരാലും ആകർഷിക്കപ്പെടും. ഇതൊക്കെ ദീർഘദർശിയായിട്ട് വിശപ്പും ദാഹവും മാറ്റുക മാത്രമല്ല, ഋഷിക്കറിയാം രാമനെ കൊണ്ട് ലോകത്തിന് ആവശ്യമുണ്ടെന്ന് കരുതി അന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അന്ന് രാമ ഗ്രഹണവത്സസലിലം, അങ്ങനെയാണ് രാമായണത്തിൽ, മാ ഭൂതകാലസ്യ പര്യയ മന്ത്രഗ്രാമം ഗൃഹാണത്വം ബല അതിബലാം തമാം. ഞാൻ നിനക്ക് ഏറ്റവും ഗൂഢമായൊരു മന്ത്രം പഠിപ്പിച്ചു തരികയാണ്. ബ്രഹ്മ ഋഷിയായ വിശ്വാമിത്രൻ, ബ്രഹ്മനിഷ്ഠനായ രാമൻ. ബ്രഹ്മനിഷ്ഠൻ ഒരിക്കലും ദാഹവും വിശപ്പും ഉണ്ടാകാൻ പാടില്ല. അത് അവൻ്റെ ചര്യകൾക്ക് തടസ്സം സൃഷ്ടിക്കും. കാട്ടിലൊക്കെ കഴിയേണ്ട രാമന് ദാഹം, വിശപ്പ് ജീവിതത്തിൻ്റെ കർമ്മത്തിന് വിമുഖത കൊടുക്കും. അതുണ്ടാകാതിരിക്കാനാണ് ഈ മന്ത്രം ഉപദേശിച്ചത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. രാമ, അന്ന് രാത്രി രാമനെ വിളിക്കുന്നതും അങ്ങനെയാണ്. കൗസല്യ, പുലർച്ചെ വിളിക്കുന്നതാണ്. സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർധൂല കർത്തവ്യം ദൈവമാന്യതം. വളരെ പ്രസിദ്ധമായ രാമായണത്തിലെ വരിയാണ്. അതായത് രാമം ദശരഥം വിധിയും മാം വിദ്ധിയും ജനകാത്മജം എന്ന സുമിത്രാവാക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷേ, അല്ലെങ്കിൽ അതേപോലെ തന്നെ രാമായണത്തിലെ പ്രസിദ്ധമായ വരിയാണ് കൗസല്യ സുപ്രജാ രാമ പൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർധൂല കർത്തവ്യം ദൈവമാന്യതം. പുലർച്ചെ 3 മണി മുതൽ 6 മണി വരെയാണ് ബ്രഹ്മമുഹൂർത്തം, ബ്രഹ്മോദയം എന്ന് പറയും. ഈ 3 മണി മുതൽ 6 മണി വരെയാണ് സരസ്വതീയാമം, സരസ്വതിയും ബ്രഹ്മാവും ഉണരുന്ന സമയം. 12 മണി മുതൽ 3 മണി വരെ കാളിയാമാണ്, കാളിയും ഭൂതപ്രേത പിശാചുക്കളൊക്കെ ഉണരുന്ന സമയം. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം. ശബരിമലയിലും ഒക്കെ നമ്മൾ 3 മണിക്കാണ് നട തുറക്കുന്നത്, ഗുരുവായൂരിലൊക്കെ. ആ 3 മണിക്ക് രാമനെ വിളിക്കുന്നു. കൗസല്യ സുപ്രജാരാമ. കൗസല്യയെ പേര് വിളിക്കാൻ കാരണം കൗസല്യ പ്രസവിച്ചതാണ്. ദശരഥന് ഈ പായസദാനത്തിലുണ്ടായ കുട്ടിയാണ് രാമൻ. അതുകൊണ്ട് കൗസല്യക്കാണ് രാമനിൽ ആ ജന്മാധികാരം. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് അമ്മയുടെ വാക്ക് എന്ന അർത്ഥം കൂടി അതിലുണ്ട്. കൗസല്യ സുപ്രജാരാമ, കൗസല്യയുടെ നല്ല മകനായ രാമ. പൂർവ സന്ധ്യാ പ്രവർത്തതേ, പ്രഭാത സന്ധ്യ പ്രവൃത്തി തുടങ്ങി. ഉത്തിഷ്ഠ നരശാർധൂല, എഴുന്നേൽക്കൂ പുലിക്കുട്ടി എണീക്കൂ. കർത്തവ്യം ദൈവമാന്യതം, ഈശ്വരീയമായി കർമ്മങ്ങൾ ചെയ്യൂ. എത്ര നല്ല ഉണർത്തുപാട്ടാണ്. ലോകത്തിലുള്ള ജൻസിക്ക് താഴെയുള്ള എല്ലാ കുട്ടികളും, ജൻസി ഉൾപ്പെടെ ഉണരേണ്ടത് ഈ വാക്ക് കൊണ്ടാണ്. ഈശ്വരീയമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക. ഈ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുമ്പോൾ വിശ്വാമിത്രന് വേണ്ടി ഈ എപ്പിസോഡ് സമർപ്പിക്കുകയാണ്. വിശ്വാമിത്ര ഋഷിമാർ ഇനിയും നമ്മെ നയിക്കാൻ
ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.